നിങ്ങളുടെ കോളേജിൽ വരുന്നത്. എനിക്ക് പൊതുവെ നിങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ താങ്ക് യു സോ മച്ച് ഞങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തതിനും ഇന്ന് ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായതിനും ഒക്കെ. ആൻഡ് 10 എന്നുള്ളത് 24 ഒക്ടോബർ 24 ഞങ്ങളുടെ സിനിമ വരുന്നത്. എല്ലാവരും പോയി കാണണം. വീണ്ടും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഹൊററും കോമഡിയും ആക്ഷനും എല്ലാം കൂടെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിരിക്കും. ഒരു മുത്തശ്ശി കഥ നമ്മളൊക്കെ കേട്ടിരുന്നുള്ള സമയത്ത് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Okay, now huge ready for Sharat Sabha. ഹായ്, എനിക്ക് ഇവിടെ നിന്നിട്ട് ആരെയും കാണാൻ പറ്റുന്നില്ല. എല്ലാവരെയും കാണാൻ പറ്റിയാൽ കുറച്ചും കൂടെ അത് കൊള്ളാം. അപ്പം ഇവര് കണ്ടിട്ടും പറയാനുള്ളതൊക്കെ തന്നെ അവര് പറഞ്ഞതൊക്കെ തന്നെ പറയാനുള്ളൂ. സേഫ് അല്ലേ? അപ്പം 24-ാം തീയതി ഞങ്ങളുടെ പാട്ട് ഇറങ്ങുകയാണ്. പക്ഷെ ഇന്ന് മീനാക്ഷി പാടിയൊരു പാട്ട് ഇറങ്ങുന്നുണ്ടേ. നൈറ്റ് റൈഡേഴ്സിൽ മീനാക്ഷി ഒരു കയ്യടിയെങ്കിലും കൊടുക്കും പ്ലീസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ 24-ാം തീയതി പടം കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ടു ബി ഹിയർ ഇൻ രാജഗിരി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിൽ വരുന്നത്. എൻ്റെയും കുറേ ഫ്രണ്ട്സ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പാസ് ഔട്ടായി. സോ എക്സ്ട്രീംലി ഹാപ്പി ടു ബി ഹിയർ. ഇപ്പം ഞങ്ങളുടെ ടീം എല്ലാവരും പറഞ്ഞ പോലെ 24-ന് ഞങ്ങളുടെ സിനിമ റിലീസ് ആവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ് ആയിരിക്കും. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. കുറേ സീനിയർ ആക്ടേഴ്സ് കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും മസ്തായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. സഭ പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് അല്ല ഈ പാട്ട് ഓഫ് ഈ പാട്ട് ഓഫ് മ്യൂസിക് കട്ട് മ്യൂസിക് കട്ട് മ്യൂസിക് കട്ട്. ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല, അതാണോ വെക്കുന്നത് പാട്ട്. ഗൈസ് മ്യൂസിക് കട്ട് ചെയ്യോ ബാക്ക്. ഞാനൊരു ചെറിയ പാട്ട് ഇതിലും പാടിയിട്ടുണ്ട്. ചോദിച്ചു മേടിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ഇന്ന് വൈകിട്ട് നമ്മൾ റിലീസ് ചെയ്യും. എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയി യൂട്യൂബിലൊക്കെ പോയി ഒന്ന് കാണുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലേ. അത് ആക്ച്വലി എനിക്കിപ്പോൾ പാടാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വലിയ കാര്യമൊന്നുമില്ല, നാളെ പാടാമല്ലേ. ആ പാട്ടിൻ്റെ മേ ബി 2 ലൈൻസ് വേണമെങ്കിൽ പാടാം. ആരോ നീ കരളിൽ ചേക്കേറും പുതുവേളാണോ പാരാകെ മാറും നീതാ അരികെ നീ വരവേ എന്നെഞ്ചിൽ പുതുമയിലാട്ടം മേലാകെ ചോക്കും നീതാ കുളിരേ കുളിരന്തിരലേ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ പാടിയ ഒരു പാട്ട് ഒരു ലൈവ് സ്റ്റേജിൽ വന്ന് പാടുന്നത്. സോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ രാജഗിരിയിലാണ് പാടിയത്. സോ താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ക്രൗഡ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. താങ്ക് യു. ആദ്യമായിട്ടാണെങ്കിൽ ഒരു ഹലോ എവ്രി വൺ. സോ ഇവിടെ എന്തോ ടെക് ഫെസ്റ്റ് നടക്കുകയാണല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വിഷസും. എനിവേ എന്താ പറയുക, നിങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയുണ്ട്. കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് തന്നെ അല്ലേ? കഴിഞ്ഞു, ഞങ്ങളുടെയൊക്കെ കോളേജ് പഠനം കഴിഞ്ഞു. ഓക്കെ, അപ്പം 24-നാണ് ഞങ്ങളുടെ മൂവി റിലീസാവുന്നത്. ഇറ്റ്സ് എ ഹോൾ പാക്കേജ് ഓഫ് ഫൺ ആൻഡ് ഹൊറർ എലിമെൻറ്റ്. എന്താ പറയുക, തീർച്ചയായിട്ടും പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക, ഞങ്ങളുടെ പടത്തിനെ ഒരു ഹ്യൂജ് സക്സസ് ആക്കുക. ഒബ്വിയസ്ലി റിവ്യൂസ് എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. പക്ഷേ ആദ്യം നല്ലൊരു ക്രൗഡ് ഞങ്ങളുടെ മൂവി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ അതിന്
നിങ്ങളെ പോലെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല, അല്ല നിങ്ങൾക്കറിയില്ലല്ലേ? ഓ അറിയാല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറച്ച് നാളായി ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ലൊരു പടം വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന പറവേലെ സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജാഫർക്കയുടെ മകനായിട്ട്. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ജാഫർക്കയുടെ മകൻ ആയതുകൊണ്ട് ആ സിനിമയിൽ ഞാൻ സൈനുദ്ദീൻ്റെ മകനായതുകൊണ്ടും എൻ്റെ അച്ഛൻ കലാഭവൻ്റെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും എന്തായാലും ഞാൻ ജാഫർക്കയുടെ സൗണ്ട് എടുക്കണം. അപ്പൊ എന്തായാലും ജാഫർക്കാരെന്ന് ഞാൻ വിളിച്ചിട്ട് വരാം. ആ പറവ മൂവിയിൽ ഒരു സീൻ തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. എപ്പോ തീറ്റാണ് നീ എപ്പോ ഉരുണ്ടിട്ടാ ഈ സാർമാർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്ക്. അല്ല പിന്നെ നോക്കി കൈയെടുക്കണ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളെ സ്റ്റേജിൽ കയറിയിട്ട് എന്തായാലും രാജഗിരി കോളേജിൽ വന്നിട്ട് ഒരു സ്റ്റേജിൽ മിമിക്രി കാണിക്കണമെന്ന് പണ്ട് തൊട്ടുള്ള ആഗ്രഹം. കാരണം വേറൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ ചേട്ടൻ പഠിച്ച കോളേജാണ് ഈ രാജഗിരി കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണാറുണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ എല്ലാ ദിവസവും പേജിൽ പോയിട്ടുണ്ട് ആ വ്യക്തി. അതാരാന്നുള്ളത് ഞാനിവിടെ പാട്ട് പാടി ഡാൻസ് കളിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി ആരാണ്. അടിപൊളിയല്ലേ രാജഗിരി കോളേജിലെ അടിപൊളി പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടല്ലോ, കൈയടിക്കടാ അടികൾ അടിച്ചു കൊല്ലും. താങ്ക് യു സോ മച്ച്. ഇതാണ് ഒരു കലാകാരന് വേണ്ടത്. നിങ്ങളുടെ ഒരു കയ്യടി എനർജിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവസാനമായിട്ട് ഇപ്പൊ നമ്മുടെ പറവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഒരു സഹോദരൻ കൂടിയാണ്. നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ ബൾട്ടി റിലീസായിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ ഇവിടം വരെ വന്നിട്ട് ഷെയ്ൻ നിഗത്തിനെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? മോശമല്ലേന്ന് മച്ചാനെ, അത് വേറെ പരിപാടിയാണ്. മനസ്സിലല്ലേ? ഈ മഴ പെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടുത്തെ പുകയൊക്കെ മേളിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ കാർമകത്തേക്ക് ഒരു സാധനമൊക്കെ വരും. അങ്ങനെ ഈ മഴ ഉണ്ടായിരുന്നു. കൈയടിക്കണം. എന്ത് പരിപാടിയാണ് ബ്രോ? ആദ്യമായിട്ടിരിക്കും ഇങ്ങനെ ഞാൻ കൈയടിപ്പിച്ചത്. എന്തായാലും താങ്ക് യു സോ മച്ച്. സത്യമായിട്ടും രാജഗിരി കോളേജിന്റെ അകമൊന്ന് കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആദ്യം ഇൻഫോ പാർക്കാണെന്ന്. അതേ ഫേസ് കട്ട് ഈ ടെക് ഫെസ്റ്റ് നടക്കുകയാണല്ലേ നിങ്ങളിവിടെ? പൊളിച്ച് രാജഗിരിയുടെ വൈബ് നിങ്ങൾ തെളിയിച്ചു. 2005 ബാച്ച് പൊളിച്ച്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം വരാൻ പറ്റിട്ട് നല്ല പടങ്ങൾ വരട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ ഈ പടം നിങ്ങൾ വന്ന് കാണണം. ശ്രദ്ധിക്കൂ എന്തിത് അങ്ങനെ. അപ്പൊ 2025 ഇവിടെ ഇറങ്ങണ പടമാണ് നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പൊ ആ പടം വന്ന് കണ്ട് ഞാൻ കുറച്ച് നാള് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നല്ലൊരു പടം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത പടമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടാവില്ലേ? താങ്ക് യു സോ മച്ച്. സൂപ്പർ ഇൻട്രോ കൊടുക്കണ്ടേ? മറ്റൊരു സൂപ്പർ പാട്ട് കേൾക്കണ്ടേ? എന്റെ റോളിൽ അത് കേൾക്കണ്ടേ? നമ്മളൊക്കെ ഒരേ പ്രായക്കാരെന്തിനാ. അപ്പൊ നമുക്ക്
അപ്പൊ ആർക്കൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്? ഞാൻ ആക്ച്വലി 10th പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ ഒരു ഓഡിഷൻ നടന്നു. അപ്പം ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് ക്ലാസ് കട്ട് ചെയ്യാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയതാണ്. പിന്നെ ഇങ്ങനെ എത്തി. എന്തോ റൈറ്റ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. ഓഡീഷനാണ് ഒരു നമുക്ക് ഒരു റൈറ്റ് വേ. ഓഡീഷൻ കാസ്റ്റിംഗ് കോൾസ് ഒക്കെ ഒന്ന് ഇപ്പം ഈ ഏതാ പടം അവരുടെ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു മിക്ക ഓഡീഷൻ ഇതും വന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അങ്ങനെ എന്തെങ്കിലും. അപ്പം നിങ്ങൾ അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അവര് അതിൽ നിന്ന് എടുക്കും. നോക്കുക, ഇഷ്ടമുള്ള എല്ലാവരും ട്രൈ ചെയ്യാം. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. യെസ്. അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ എന്താ വിളിക്കണ്ടേ? സാറിന് വിളിക്കണം, മാത്യുന്ന് വിളിച്ചാൽ മതി. ഓക്കെ. സോ മാത്യു, ഇപ്പൊ നമ്മള് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ കെമിസ്ട്രി വർക്ക് ഉണ്ടായി, അതിൽ അടിപൊളിയായിട്ട് കുറെ ബ്രോമാൻസ് കെമിസ്ട്രി വർക്ക് ചെയ്ത്, ഇതിൽ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ? ഏതാണ് കുറച്ചുകൂടി ചെയ്യാൻ രസം, ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം എന്താ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനത്തെ സീനുകളാണ്. ഇപ്പൊ ഇതില് സബയും റോഷൻ എല്ലാവർക്കും അറിയാലോ, ആവേശത്തിലൊക്കെ ഉണ്ട് റോഷൻ. അപ്പൊ ഞങ്ങളുടെ സീൻസ് കുറെ ഉണ്ട്, അത് ഭയങ്കര ഈസിയാ. അല്ലെങ്കിൽ ഇപ്പൊ നെസ്ലിനായിട്ടുള്ള സിനിമകളായാലും അപ്പോ അതൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് അത്രയും ക്ലോസ് ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരിക്കും. യെസ്. നമ്മളിപ്പോ കാണുന്നത് ജസ്റ്റ് ആ ഒരു 3 hour നിങ്ങളുടെ പെർഫോമൻസ് മാത്രമാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ കുറെ ആ പ്രോസസ് ഒരു ഭയങ്കര ലോങ് പ്രോസസ് ആണല്ലോ. ഒരു 2 months നിങ്ങൾ ലൈക്ക് ആക്ച്വലി എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കമ്പാരിസൺ എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രൊഡക്ഷൻ ടൈമിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും ആ ഓൺ സ്ക്രീൻ കാണുമ്പോൾ, ഇപ്പോൾ ഒരു കോമഡി പടം എടുക്കുകയാണെങ്കിലും ആ കോമഡി പടം എടുക്കണ മാതിരി അത്ര കോമഡി ആയിരിക്കില്ല ചിലപ്പോൾ ഈ പ്രോസസ്സ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ എങ്ങനെയാ, ആ ഒരു ഗ്യാപ്പ് അതെങ്ങനെയാ? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അത് കോമഡി ആയിരുന്നു. ചേട്ടാ മറ്റേ ആ ഡയലോഗ് എന്ന് പറയുമോ? ഏട്ടാന്ന് ഡയലോഗ് എന്ന് പറയാൻ പറ്റുമോ? എന്നെ രക്ഷിച്ചു കേട്ടോ. ഞാൻ ഈ ചോദ്യത്തിന് എന്ത് പറയുന്നു പറഞ്ഞോണ്ട് ആലോചിച്ചോണ്ട് ഞാൻ അതും പറഞ്ഞോണ്ട് മെല്ലെ പോവാ. ഏട്ടാ, ഞാൻ അപ്പഴേ പറഞ്ഞു ഇവിടെ സേഫല്ലാന്ന്. താങ്ക് യു. നീ സേഫ് ആക്കിട്ടോ എന്നെ. മാത്യു ചേട്ടനോട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ തമിഴില് ലിയോദാസിന്റെ മോനായിട്ട് അഭിനയിച്ച അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. വിജയ് സാറായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അഭിനയിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സാറും ഭയങ്കര ഭയങ്കര നോർമൽ ഹംബിൾ പേഴ്സൺ. അപ്പോൾ നമുക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു അൺഫോർഗറ്റബിൾ മെമ്മറി ആയിരുന്നു. താങ്ക് യു. എനിക്ക് ശരത്തേട്ടനോടായിരുന്നു. ശരത് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ആയി. സാർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ, അതിൽ നിന്ന് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കോമഡി റോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ഡ്രാമയിൽ അങ്ങനത്തെ അത്രയും ഇൻറ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഡ്രാമയിൽ കുറച്ചുകൂടി ഓവർ ചെയ്താണല്ലോ നമ്മൾ യൂഷ്വലി ചെയ്യാറ്, എൻഹാൻസ് ചെയ്താണല്ലോ ചെയ്യുന്നത്. അതിൽ നിന്ന് മൂവിയിട്ടുള്ളൊരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമയുടെ ഓഡീഷനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളത്, ഓഡീഷനിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇതിൽ ഡ്രാമ കുറച്ച് കൂടുതലായിരുന്നു, ഇത്ര ഡ്രാമ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻസാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒറ്റയാൾ പാത എന്ന് പറഞ്ഞൊരു പാരൽ മൂവി ചെയ്തു 2016. ആ സമയത്ത് ഇതേപോലെ ഒരു ഓഡീഷന് പങ്കെടുക്കുന്ന സമയത്ത് ഒരു സീൻ തന്ന സമയത്ത് നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരു പെർഫോം ചെയ്യുന്ന
ഒരു സീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ ടാലന്റ് അവർക്ക് മനസ്സിലാവണം, അത് കാണിക്കണം, നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവരെ മനസ്സിലാക്കി, അങ്ങനെയുള്ള തോട്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇട്ടിട്ട് അങ്ങ് വെതറും. അപ്പം അത് ചെയ്ത സമയത്ത് അവര് ഡയറക്ടർ നമ്മളോട് പറഞ്ഞു, മോനെ ഇതിപ്പോ ഒരു റൂമിനകത്ത് നീയും നിന്റെ അച്ഛനും കൂടി സംസാരിക്കുന്ന സീനല്ലേ, നീ വീട്ടിൽ എങ്ങനെയാണ് നിന്നോട് സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ച മതി, ഇത്ര എനർജി ആവണ്ട. ഇപ്പൊ തിയേറ്ററിലാണെങ്കിൽ നാടകം ഞങ്ങള് പെർഫോം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ അറ്റത്ത് നിന്നിട്ട് ഒരാളോട് ഒരു സ്വകാര്യം പറയുന്നത് ആ അറ്റത്തിരിക്കുന്ന ഒരാൾക്ക് കേൾക്കണം. ഇപ്പം കുറച്ച് മൈക്കും പരിപാടികളും ഉണ്ടെങ്കിൽ കൂടിയും മൈക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരത്ത് വെച്ചിരിക്കുന്ന മൈക്ക് അടക്കം ക്യാച്ച് ചെയ്യാനുള്ള ശബ്ദത്തിൽ വേണം നമ്മൾ ആ സമയത്ത് പെർഫോം ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം അത് സിനിമയിലോട്ട് വന്ന് ക്യാമറയ്ക്ക് മുൻപിലാകുന്ന സമയത്ത് നമ്മൾ ആർക്കും വേണ്ടിയും പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ക്യാമറയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യല്ല, നമ്മൾ ഈ ആർട്ടിസ്റ്റിന് വേണ്ടി അത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം, അതാണ് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്ന് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. മാത്യു ചേട്ടാ, ലോക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? അതാ പ്രശ്നം. ആരെ ചോദ്യം സെറ്റ് ചെയ്ത് തന്ന ഇവർക്ക്, അവരോട് കൃത്യമായിട്ട് ചോദിക്കണ്ടേ ആരോട് ചോദിക്കാനുള്ള ചോദ്യമാണെന്ന്. ലോകയിലെ സഭയാണ് ശരത്സഭ. മാത്യു, ഒരു ഫേവർ, ഇപ്പൊ ഒന്ന് നെസ്ലനെ വിളിക്കാൻ പറ്റുമോ? അല്ല, അവനെടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. അല്ല, അവൻ ഷൂട്ടിലാണ്. അപ്പോ അത് കൊല്ലുമല്ലേ, സെൻസർ ചെയ്യേണ്ട വാക്കുകളായിരിക്കും അപ്പുറത്തുനിന്ന് വരാമോ. കോള് പോകുന്നില്ല, എനിക്ക് തോന്നുന്നത് ഷൂട്ടിലാ. പക്ഷെ നോക്കാം, പറഞ്ഞേക്കാം, ഞാൻ എല്ലാവരും അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാം. Okay guys, so that was wonderful. We'd like to give a huge round of